നമസ്കാരം. പ്രവാസികൾ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ കിഴക്കൻ സംസ്ഥാനമായ സാക്സണിൽ നടന്ന AfD പാർട്ടി സമ്മേളനത്തിനെതിരെ നടന്ന പ്രകടനങ്ങളിൽ 10,000-ലധികം പേർ പങ്കെടുത്തതായി സംഘാടകർ അറിയിച്ചു. ഫെബ്രുവരി 23-ന് നടക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ റീസയിലെ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് AfD വിരുദ്ധ പ്രതിഷേധക്കാർ ഒത്തുകൂടിയത്. AfDയുടെ പാർട്ടി സമ്മേളനങ്ങൾ പലപ്പോഴും ഫാസിസ്റ്റ് വിരുദ്ധ പ്രതിഷേധക്കാരെ ആകർഷിക്കാറുണ്ട്. നിലവിലെ ജനപിന്തുണയിൽ 21% നേടി തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി 2ാം സ്ഥാനത്താണ്. AfDയുടെ ദ്വിദിന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ശനിയാഴ്ച രാവിലെ ജർമ്മൻ പട്ടണമായ റീസയിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടിയത്. ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ കൂട്ടുകക്ഷി ഗവൺമെന്റിന്റെ തകർച്ചയെ തുടർന്ന് ഫെബ്രുവരി 23-ന് നടക്കുന്ന ബുണ്ടസ്ടാഗ് തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രചാരണത്തിന്റെ ഭാഗമാണ് AfD സമ്മേളനം. തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായി AfD മാറുമെന്നാണ് ഇപ്പോഴത്തെ പ്രവചനങ്ങൾ. ശനിയാഴ്ച രാവിലെ സ്ഥിതിഗതികൾ ശാന്തമായി നടന്നതായിട്ടാണ് പോലീസ് പ്രസ്താവന. പരിപാടി തുടങ്ങാൻ വൈകിയെങ്കിലും 70 നഗരങ്ങളിൽ നിന്നുള്ളവർ 100-ലധികം ബസ്സുകളിലായിട്ടാണ് എത്തിയതെന്ന് സംഘാടകർ അറിയിച്ചു. പരിപാടിക്ക് സമീപമുള്ള ഒരു ഹൈവേയുടെ ഒരു ഭാഗം ചെറിയ സംഘം തടയുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു. AfD പ്രചാരണ പരിപാടി നടക്കുന്ന സമ്മേളന വേദിയിലേക്കുള്ള പ്രവേശനം തടഞ്ഞത് പോലീസ് ഇടപെട്ട് മാറ്റി. ഒരു ഹെലികോപ്റ്ററും ഡ്രോണുകളും പോലീസ് ഓപ്പറേഷനിൽ ഉപയോഗിച്ചു. ഷെഡ്യൂൾ ചെയ്ത AfD ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്ന കോൺഫറൻസ് ഹാളിലേക്ക് പ്രവേശനം ഉറപ്പാക്കാൻ കിഴക്കൻ ജർമ്മൻ പട്ടണത്തിൽ പോലീസ് ഒരു നിയന്ത്രണ മേഖല തന്നെ സ്ഥാപിച്ചിരുന്നു. സാക്സണിയും കിഴക്കൻ ജർമ്മനിയിലെ മറ്റ് നിരവധി സംസ്ഥാനങ്ങളും AfDയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. 2021-ലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടി 24.6% വോട്ടുമായി സാക്സണിയിൽ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. യാഥാസ്ഥിതിക ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ആകട്ടെ 17.4% അന്ന് നേടിയത്. അതേസമയം AfD നേതാവ് ആലീസ് വീഡൽ ജർമ്മനിയിൽ നിന്നും വിദേശികളെ വലിയ തോതിലുള്ള നാടുകടത്തൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ശനിയാഴ്ച AfD നേതാവ് ആലീസ് വീഡലിനെ ചാൻസലർ സ്ഥാനാർത്ഥിയായി പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാർട്ടി കോൺഫറൻസിൽ അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: രാജ്യത്തെ എല്ലാ കാറ്റാടി യന്ത്രങ്ങളും തകർക്കാൻ AfD പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങളും നോർഡ് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈനും വീണ്ടും പ്രവർത്തനക്ഷമം ആക്കുമെന്നും അവർ പറഞ്ഞു. ജർമ്മനിയുടെ അതിർത്തികൾ അടച്ചിരിക്കുന്നു എന്ന സന്ദേശം നൽകാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും അധികാരമേറ്റാൽ വലിയ തോതിലുള്ള നാടുകടത്തൽ പദ്ധതി നടപ്പിലാക്കുമെന്നും അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അതേസമയം AfD സഹനേതാവ് ടീനോ പോലീസിന്റെ ശ്രമങ്ങൾക്ക് നന്ദി പറയുകയും പ്രതിഷേധക്കാർ ജനാധിപത്യ വിരുദ്ധ പെരുമാറ്റമാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ജർമ്മനിയിൽ കടുത്ത ശൈത്യം തുടരുമ്പോൾ തണുത്തുറഞ്ഞ മഞ്ഞും തെറ്റൽ നിറഞ്ഞ ഐസ്പാളികളും അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവാണ്. ബ്രാൻഡൻബർഗ് സംസ്ഥാനത്തിലെ പ്രൻസ്ലൗ ഇക്കർമാർക്ക് ത്രികോണത്തിനും സ്മോൾ ജംഗ്ഷനും ഇടയിലുള്ള ഓട്ടോബാൻ 11-ൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ബ്ലാക്ക് ഐസിൽപ്പെട്ട് ഗുരുതരമായി ഫ്ലിക്സ് ബസ് അപകടത്തിൽ 2 പേർ മരിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റിയതായും പോലീസ് പറഞ്ഞു. അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. നിലവിലെ വിവരമനുസരിച്ച് 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വിദേശ തട്ടിപ്പ് കേസിൽ തൊടുപുഴ സ്വദേശി സെബാസ്റ്റ്യൻ പി ജോൺ സി ജോസഫ്, കോട്ടയം സ്വദേശി ബിജു മാത്യു എന്നിവർക്ക് വിചാരണ കോടതി 5 വർഷം കഠിന തടവും 30.60 ലക്ഷം രൂപ പിഴയും വിധിച്ചു. CBI കുറ്റപത്രം സമർപ്പിച്ച കേസിൽ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സെബാസ്റ്റ്യൻ പി ജോണിന്റെ മുൻ ഭാര്യ സ്റ്റെഫി മേരി ജോർജ് വിദേശത്താണ്. ഇവരാണ് കേസിലെ 2ാം പ്രതി. ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്റ്റെഫിയുടെ മാതാവും മുൻ തഹസിൽദാരുമാണ് 3ാം പ്രതി ജോൺസി. കോട്ടയത്ത് അമർ സ്പീക്ക് അമേരിക്കൻ ആക്സന്റ് അക്കാദമി എന്ന പേരിൽ സ്ഥാപനം നടത്തിയാണ് പ്രതികൾ സംഘടിതമായി തട്ടിപ്പ് നടത്തിയത്. വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് 28 പേരിൽ നിന്നും 29 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. പിഴത്തുകയിൽ 1.40 ലക്ഷം രൂപ വീതം തട്ടിപ്പിന് ഇരയായവർക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. 2008-2009 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. സ്പെയിനിലും ഇറ്റലിയിലും UK-യിലുമായിരുന്നു ജോലി വാഗ്ദാനം ചെയ്തിരുന്നത്. മനുഷ്യന്റെ ഭാവവികാരങ്ങൾ മുഖത്ത് പ്രകടമാക്കാൻ കഴിയുന്ന റോബോട്ട് വരുന്നു. ആര്യ എന്നാണ് ഇതിന്റെ പേര്. ബോയ്ഫ്രണ്ടിന്റെയും ഗേൾഫ്രണ്ടിന്റെയും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന റൊമാന്റിക് പങ്കാളിയാകാൻ കഴിയുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെട്ടു. ഇതിന്റെ വില $1.75 ലക്ഷം. അമേരിക്കയിലെ ലാസ് വേഗാസ് നഗരത്തിൽ നടന്ന കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോയിലാണ് ആര്യയെ അവതരിപ്പിച്ചത്. റിയൽ ബോട്ടിക്സ് എന്ന കമ്പനിയാണ് ഇതിനെ വികസിപ്പിച്ചെടുത്തത്. യോർദാൻ നദീതീരത്ത് പണികഴിപ്പിച്ച ഈശോയുടെ ജ്ഞാനസ്നാന പള്ളി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയോത്രോ പരോളിൻ കൂദാശ ചെയ്തു. ജെറുസലേമിലെ ലത്തീൻ പാത്രിയർക്കീസ് പിയർ ബാത്തിസ്ത പിസബെല്ല വി പ്രതിനിധികൾ, പലസ്തീൻ, ജോർദാൻ, അറബ്, ക്രൈസ്തവ വിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്നാപക യോഹന്നാനിൽ നിന്ന് യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച സ്ഥലത്താണ് ബാപ്റ്റിസം ഓഫ് ദി ലോർഡ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്.
നൈപുണ്യ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ ക്ലാസ് മുറിയിലൂടെ അതിക്രമിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രത്തിലേക്ക് കടക്കുകയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന മന്ദിരത്തെ സമരവേദിയാക്കി മാറ്റുകയും ചെയ്ത 21 വൈദികർക്ക് നേതൃത്വം നൽകിയ 6 വൈദികരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വൈദികരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്നും മുടക്കിയിട്ടുണ്ട്. ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ, ഫാദർ രാജൻ പുന്നയ്ക്കൽ, ഫാദർ ജെറി ഞാളിയത്ത്, ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ, ഫാദർ പോൾ ചിറ്റിനപ്പള്ളി, ഫാദർ അലക്സ് കരീമടം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് കേരളം വിട നൽകി. ചേന്നമംഗലം പാലിയത്ത് അമ്മ സുഭദ്ര കുഞ്ഞമ്മ താമസിച്ചിരുന്ന നാലുകെട്ടിന് സമീപം തറവാട് ശ്മശാനത്തിൽ 100 കണക്കിന് ആളുകളെ സാക്ഷിയാക്കിയാണ് ജയചന്ദ്രന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം മകൻ ദിനനാഥൻ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് ചിതയ്ക്ക് തീ കൊളുത്തി. ആലാപനത്തിന്റെ ഇതിഹാസമായി മാറിയ ജയചന്ദ്രൻ എന്ന മഹാഗായകന്റെ സംഗീതകാലം ചരിത്രമായി. പാട്ടുകൾക്ക് മരണമില്ലാതെയുമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.